എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ മീൽ പ്രപ്പ് വീഡിയോ ചെയ്തൊരു റെസിപ്പിയാണ്. ഇത് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്വീറ്റ് പൊട്ടറ്റോ എടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം അതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് തണുത്ത് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പല രീതിയിൽ ഇൻഗ്രീഡിയൻസ് വേരി ചെയ്ത് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എണ്ണയൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മളെടുത്തിരിക്കുന്ന 2 മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോയിൽ അത്യാവശ്യത്തിന് മധുരമുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേപ്പിൾ സിറപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഹണിയൊക്കെ ചേർക്കാം. ഹണി ചേർത്തിട്ട് ബേക്ക് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 3 ടേബിൾ സ്പൂണാണ് ശർക്കരപ്പൊടി ചേർത്തത്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഓട്സാണ് ചേർക്കുന്നത്. റോൾഡ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഓട്സ് ചേർത്തില്ലെങ്കിലും ഈ റെസിപ്പി ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളതിലേക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. ഒരു 4 ടേബിൾ സ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ നമ്മളിതിലേക്ക് ചേർക്കാണ്. മുട്ട ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കണ്ട അരയ്ക്കാനായിട്ട്. 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ അവൻ പ്രീഹീറ്റിനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം അടിയിലൊന്ന് ചെറുതായിട്ട് പിടിക്കും. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാനിൽ കുറച്ച് ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്തിട്ട് ഈ അരച്ച കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ മുട്ട പച്ചയ്ക്ക് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ബേക്ക് ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തോ എടുക്കാവുന്നതാണ്. അവനില്ലാതെയും നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം. അതിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ട്രെയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ചേർക്കുകയാണ്. വളരെ കുറച്ച് മാത്രം ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം മധുരത്തിന് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ മൈദയോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും അതുപോലെ തന്നെ ശർക്കരയുടെ പൊടി. ശർക്കരയിൽ മധുരമുണ്ട്, മധുരമില്ല എന്നല്ല, എങ്കിലും കമ്പാരിറ്റീവ്ലി വൈറ്റ് ഷുഗറിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററാണ്. അങ്ങനെ നമ്മളൊരു 30 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു മോയിസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗണിയുടെ ടെക്സ്ചറാണ് തരുന്നത്. നന്നായിട്ട് തണുത്തതിന് ശേഷം പീസുകളാക്കി ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കഴിക്കാൻ നേരം ഒന്ന് ചൂടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ലാത്തവർക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ബ്രൗണിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്